Hello, this is Robin, your language trainer. Spoken English for Beginners in part 20 നമ്മൾ പോകുന്നത്. പാർട്ട് 1 മുതൽ 19 വരെ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചാനലിലുള്ള എല്ലാ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക്സും ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ബേസിക്സ് മുതൽ പഠിക്കേണ്ട ഒരാളാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. നിങ്ങൾ മലയാളത്തിൽ മനസ്സിലാലോചിക്കുന്ന കാര്യങ്ങൾ തെറ്റുകൾ കൂടാതെ സംസാരിക്കാനും എഴുതാനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനുള്ള സ്കിൽസും ഡെവലപ്പ് ചെയ്യും. ശ്രദ്ധിക്കുക, കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പാർട്ട് 1 തൊട്ട് ഓർഡറായിട്ട് കാണുക. ബേസിക്സ് മുതൽ പഠിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ്സിൽ ചോദിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വാട്ട് ക്വസ്റ്റ്യൻസ് ആണ്. WHAT വാട്ട് എന്നതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം എന്താണ്. കാരണം ഇത് വളരെ ഒരു സിമ്പിളായിട്ടൊരു വാക്കാണ്. ഇത് വെച്ചൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ചിലർക്കെങ്കിലും അറിയാതിരിക്കാം. ഇത് വെച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. ഫസ്റ്റ് വൺ, എന്താണ് നിങ്ങളുടെ പേര്? എന്താണ് നിങ്ങളുടെ പേര്? വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം അല്ലെങ്കിൽ വാട്ട് പ്ലസ് ഈസ് വേർഡ്സ്. കോൺട്രാക്റ്റഡ് ഫോമായിട്ട് പറയാം. വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ നെയിം? ഒരാളുടെ പേര് ചോദിക്കുക, വാട്ട്സ് യുവർ നെയിം. നെക്സ്റ്റ് വൺ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അതായത് ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് ചോദിക്കാൻ എങ്ങനെ ചോദിക്കുക? വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? നീ എന്തിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരാൾ എന്തിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താ? നീ എന്തിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്? വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്? നീ എന്തിനെ പറ്റിയാണ് അല്ല നീ എന്തിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്? എന്താ നിൻ്റെ പ്രശ്നം? എന്താ നിൻ്റെ പ്രശ്നം? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? അല്ലെങ്കിൽ കോൺട്രാക്റ്റഡ് ആയിട്ട് പറയണമെങ്കിൽ വാട്ട് പ്ലസ് ഈസ് വേർഡ്സ്. വാട്ട്സ് യുവർ പ്രോബ്ലം? വാട്ട്സ് യുവർ പ്രോബ്ലം? എന്താണ് നിൻ്റെ പ്രശ്നം? അപ്പോൾ ഒരാളൊരു ബുദ്ധിമുട്ട് പറഞ്ഞു, പോലെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, അതിൻ്റെ പരിഹാരം എന്താണ്? അതിനുള്ള പരിഹാരം എന്താണ്? എങ്ങനെ ചോദിക്കുക? പരിഹാരം എന്നുള്ള ഇംഗ്ലീഷ് എന്താ? സൊല്യൂഷൻ. ഓക്കെ, അതിന് ഫോർ ദാറ്റ്. എന്താണ്? വാട്ട്. എന്താണ് അതിനുള്ള പരിഹാരം? എങ്ങനെ ചോദിക്കും? വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ ദാറ്റ്? വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ ദാറ്റ്? എന്താണ് അതിനുള്ള പരിഹാരം? വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ ദാറ്റ്? നിങ്ങൾ എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോകുക, എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. ഇത് സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിനുള്ളതാണ്. പല ആൾക്കാർക്ക് ഇത് വളരെ സിമ്പിളായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബിഗിനറാണ്, നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കേണ്ട ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോവുക. എന്താണ് അതിനുള്ള പരിഹാരം? വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ ദാറ്റ്? ഒരാളിപ്പോൾ വിഷമിച്ചിരിപ്പുണ്ട്, വെറീഡായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുക, നിനക്ക് എന്ത് പറ്റി? നിനക്ക് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ ടു യു? വാട്ട് ഹാപ്പൻ ടു യു? നിനക്ക് എന്ത് സംഭവിച്ചു? എന്ത് പറ്റി എന്ന് ചോദിക്കാൻ വാട്ട് ഹാപ്പൻ ടു യു? ഒരാളുടെ കയ്യിൽ എന്തോ ഇരിപ്പുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരാളുടെ കയ്യിൽ എന്തോ ഒരു സാധനം ഇരിപ്പുണ്ട്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്ത് ചോദിക്കും? എന്താണ് നിൻ്റെ കയ്യിൽ? എന്താണ് നിൻ്റെ കയ്യിൽ? വാട്ട് ഈസ് ഇറ്റ് ഇൻ യുവർ ഹാൻഡ്? വാട്ട് ഈസ് ഇറ്റ് ഇൻ യുവർ ഹാൻഡ്? എന്താണ് നിൻ്റെ കയ്യിൽ? ഓക്കെ, നമ്മളിതുവരെ പഠിച്ച് ഒന്ന് റിവൈസ് ചെയ്യാം. എന്താണ് നിൻ്റെ പേര്? വാട്ട്സ് യുവർ നെയിം അല്ലെങ്കിൽ വാട്ട്സ് യുവർ നെയിം? നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ യു ഡൂയിങ്? നീ എന്തിനെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നീ എന്തിനെ പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്? വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്? എന്താ നിൻ്റെ പ്രശ്നം? എന്താണ് നിൻ്റെ പ്രശ്നം? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? എന്താണ് അതിനുള്ള പരിഹാരം? വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ ദാറ്റ്? നിനക്ക് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ ടു യു? എന്താണ് നിൻ്റെ കയ്യിൽ? വാട്ട് ഈസ് ഇറ്റ് ഇൻ യുവർ ഹാൻഡ്? അടുത്ത ശ്രദ്ധിക്കുക, നിനക്ക് ഏതുതരം പാട്ടുകളാണ് ഇഷ്ടം? നിനക്ക് ഏതുതരം പാട്ടുകളാണ് ഇഷ്ടം? ഇഷ്ടം എന്നുള്ള വാക്കെന്താ? ലൈക്ക് എന്നാണ്. ഏതുതരം? വാട്ട് കൈൻഡ് ഓഫ്? വാട്ട് കൈൻഡ് ഓഫ് സോങ്സ് ഡു യു ലൈക്ക്? വാട്ട് കൈൻഡ് ഓഫ് സോങ്സ് ഡു യു ലൈക്ക്? നെക്സ്റ്റ് വൺ, നീ രാവിലെ എന്താണ് കഴിക്കാറുള്ളത്? ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ കുറച്ച് ഗ്രാമർ പോർഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് നിങ്ങൾ ഗ്രാമർ കാണാൻ പഠിക്കണമെന്നൊന്നുമില്ല. കാര്യം സിറ്റുവേഷൻ മനസ്സിലാക്കി ടെൻസസ് മനസ്സിലാക്കുക. റിയൽ ലൈഫ് ഗ്രാമർ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ, റിയൽ ലൈഫ് ഗ്രാമർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബേസിക്സ് തൊട്ട് പഠിക്കേണ്ടവർക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുന്ന കംപ്ലീറ്റ് കോഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാമർ ട്രെയിനിങ് ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ഗ്രാമർ റൂൾ ഒരുപാട് ബേസ്ഡ് അല്ല, റൂൾസ് കുറച്ചൊക്കെ ഉണ്ട്, എങ്കിലും കൂടുതലും നിങ്ങൾക്ക് റിയൽ ലൈഫ് സിറ്റുവേഷൻ ബേസ്ഡ് ആണ്. ഓക്കെ, അത് ചെക്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, നീ രാവിലെ എന്താ കഴിക്കാറുള്ളത്? നീ രാവിലെ സാധാരണ എന്താണ് എന്നും കഴിക്കാറുള്ളത്? നീ രാവിലെ എന്താ കഴിക്കാറുള്ളത്? വാട്ട് ഡു യു ഈറ്റ് ഇൻ ദ മോർണിംഗ്? വാട്ട് ഡു യു ഈറ്റ് ഇൻ ദ മോർണിംഗ്? വാട്ട് ഡു യു ഈറ്റ്? കഴിക്കാറുള്ളത്. ഡു യു ഈറ്റ് എന്ന് ചോദിച്ചാൽ എന്താ? കഴിക്കാറുണ്ടോ? പതിവായിട്ടൊരു കാര്യം ചെയ്യാറുണ്ടോ? എന്താ കഴിക്കാറുള്ളത്? വാട്ട് ഡു യു ഈറ്റ്? വാട്ട് ഡു യു ഈറ്റ് ഇൻ ദ മോർണിംഗ്? നീ ഇന്ന് രാവിലെ എന്താണ് കഴിച്ചത്?
നമ്മളൊരു പാസ്റ്റ് ഫോം പറയുവാണെങ്കിൽ വാട്ട് ഡിഡ് യു ഈറ്റ് ഇൻ ദ മോർണിംഗ്. ഞാൻ ഇത് പറഞ്ഞ ടെൻസസ് ആണ്. കൂടുതൽ ക്ലാസ്സസ് വേണമെങ്കിൽ നിങ്ങൾ സിമ്പിൾ പ്രസൻറ്റ്, പാസ്റ്റ്, സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടിന്യൂസ് ടെൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ ചെക്ക് ചെയ്ത് നോക്കുക. നീ ഇന്ന് രാവിലെ എന്താണ് കഴിച്ചത്? വാട്ട് ഡിഡ് യു ഈറ്റ്. നീ ഇന്ന് വൈകിട്ട് എന്താണ് കഴിക്കുക? വാട്ട് വിൽ യു ഈറ്റ്. 3 ടെൻസിൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. നീ രാവിലെ എന്താണ് കഴിക്കാറുള്ളത്? സാധാരണ എന്നും രാവിലെ എന്താ കഴിക്കാറുള്ളത്? വാട്ട് ഡു യു ഈറ്റ് ഇൻ ദ മോർണിംഗ്. നീ ഇന്ന് രാവിലെ എന്താ കഴിച്ചത്? വാട്ട് ഡിഡ് യു ഈറ്റ് ഇൻ ദ മോർണിംഗ്. നീ വൈകിട്ട് എന്താ കഴിക്കുക? നീ വൈകിട്ട് എന്താ കഴിക്കുക? വാട്ട് വിൽ യു ഈറ്റ് ഇൻ ദ മോർണിംഗ്. ഒരു ഫ്യൂച്ചർ സിറ്റുവേഷനാണ് പറയുന്നത്. നീ ഇപ്പം എന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരാളെന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് മനസ്സിലായില്ല. നീ എന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം? വാട്ട് ആർ യു ഈറ്റിംഗ്. വാട്ട് ആർ യു ഈറ്റിംഗ്. നീ എന്താണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ING ഫോം വരും. വാട്ട് ആർ യു ഈറ്റിംഗ്. നീ എന്താ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്നത്? നേരത്തെ ഒരാൾ എന്തോ കഴിച്ചുകൊണ്ടിരുന്നത് എന്താ എനിക്ക് മനസ്സിലാവില്ല. പിന്നീട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോഴല്ല ചോദിക്കുന്നത്. പിന്നീട് വാട്ട് വേർ യു ഈറ്റിംഗ്. WERE ആണ്. WERE ആറിൻ്റെ പാസ്റ്റ് ഫോമാണ്. വാട്ട് വേർ യു ഈറ്റിംഗ്. നീ രാവിലെ എന്താ കഴിക്കാറുള്ളത്? വാട്ട് ഡു യു ഈറ്റ് ഇൻ ദ മോർണിംഗ്. വാട്ട് ഡു യു ഈറ്റ് ഇൻ ദ മോർണിംഗ്. ഇന്ന് രാവിലെ നീ എന്താ കഴിച്ചത്? നീ രാവിലെ എന്താണ് കഴിച്ചത്? വാട്ട് ഡിഡ് യു ഈറ്റ് ഇൻ ദ മോർണിംഗ്. നീ വൈകിട്ട് എന്താ കഴിക്കുക? വാട്ട് വിൽ യു ഈറ്റ് ഇൻ ദ ഈവനിങ്. വാട്ട് വിൽ യു ഈറ്റ് ഇൻ ദ ഈവനിങ്. നീ ഇപ്പം എന്താ കഴിക്കുന്നത്? വാട്ട് ആർ യു ഈറ്റിംഗ്. വാട്ട് ആർ യു ഈറ്റിംഗ്. നീ നേരത്തെ എന്താ കഴിച്ചുകൊണ്ടിരുന്നത്? വാട്ട് വേർ യു ഈറ്റിംഗ്. വാട്ട് വേർ യു ഈറ്റിംഗ്. WERE ആണ്. നെക്സ്റ്റ് വൺ, നീ അവനോട് എന്താ പറഞ്ഞത്? വാട്ട് ഡിഡ് യു ടെൽ ഹിം. പറയുക എന്ന വാക്ക് ടെല്ലാണ്. ഓക്കെ, ഒരാൾ മറ്റൊരാളുടെ എന്തോ പറഞ്ഞു. അതിനുശേഷം അതിലൊരാൾ പോയി. അപ്പോൾ ഈ പറഞ്ഞ ആളോട് ഞാൻ ചോദിക്കണം, നീ അവനോട് എന്താ പറഞ്ഞത്? വാട്ട് ഡിഡ് യു ടെൽ ഹിം. വാട്ട് ഡിഡ് യു ടെൽ ഹിം. പറഞ്ഞോ എന്ന് ചോദിക്കാനാണ് ഡിഡ് യു ടെൽ ഹിം. നിങ്ങളൊരു കാര്യം നേരത്തെ ചെയ്തോ എന്ന് ചോദിക്കാൻ സിമ്പിൾ പാസ്റ്റിൻ്റെ ആപ്ലിക്കേഷനാണ്. ഡിഡ് യു വെച്ച് തുടങ്ങാം. ഓക്കെ, ഡിഡ് യു ടെൽ ഹിം. പറഞ്ഞോ, നീ എന്താണ് അവനോട് പറഞ്ഞത്? വാട്ട് ഡിഡ് യു ടെൽ ഹിം. നിങ്ങൾ എന്താ എന്നും ഡിസ്കസ് ചെയ്യാറുള്ളത്? വാട്ട് ഡു യു ഡിസ്കസ് അബൌട്ട് എവറി ഡേ. വാട്ട് ഡു യു ഡിസ്കസ് അബൌട്ട് എവറി ഡേ. വാട്ട് ഡു യു ഡിസ്കസ് അബൌട്ട്. പതിവായിട്ട് ചെയ്യുന്ന കാര്യം ചോദിക്കുന്നത് വാട്ട് ഡു യു ഡിസ്കസ് അബൌട്ട്. നിങ്ങൾ എന്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്? കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ നേരത്തെ ഒരു കാര്യം ഡിസ്കസ് ചെയ്തു. എന്തിനെപ്പറ്റി നേരത്തെ ഡിസ്കസ് ചെയ്തത്? എന്തിനെപ്പറ്റി നിങ്ങൾ ഡിസ്കസ് ചെയ്തത്? വാട്ട് ഡിഡ് യു ഡിസ്കസ് അബൌട്ട്. വാട്ട് ഡിഡ് യു ഡിസ്കസ് അബൌട്ട്. നിങ്ങൾ ഇന്ന് വൈകിട്ട് എന്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുക? ഫ്യൂച്ചർ സിറ്റുവേഷനാണ്. വാട്ട് വിൽ യു ഡിസ്കസ് അബൌട്ട്. ഗോട്ട് ഇറ്റ്. നിങ്ങൾ എന്തിനെപ്പറ്റി എന്നും ഡിസ്കസ് ചെയ്യാറുള്ളത്? വാട്ട് ഡു യു ഡിസ്കസ് അബൌട്ട്. എന്തിനെപ്പറ്റി നേരത്തെ ഡിസ്കസ് ചെയ്തത്? വാട്ട് ഡിഡ് യു ഡിസ്കസ് അബൌട്ട്. നിങ്ങൾ എന്തിനെപ്പറ്റി പിന്നീട് ഡിസ്കസ് ചെയ്യുക? വാട്ട് വിൽ യു ഡിസ്കസ് അബൌട്ട്. വാട്ട് ക്വസ്റ്റ്യൻസിന് ഷോർട്ട് ട്രെയിനിങ് സെഷനാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ട്രെയിനിങ് സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതെനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. മറ്റുള്ളവർക്കും ഈ ട്രെയിനിങ് സെഷൻ യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രെയിനിങ് സെഷൻ മറ്റുള്ളവരെ ഷെയർ ചെയ്യാം. ശ്രദ്ധിക്കുക, ഇതുവരെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ക്ലിക്ക് ചെയ്യുക. റെഗുലറായിട്ട് ക്വാളിറ്റി ട്രെയിനിങ് സെഷൻസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ചാനലിലുള്ള എല്ലാ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക്സ് ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബേസിക്സ് തൊട്ട് പഠിക്കണമെങ്കിൽ മറക്കാതെ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബ് കമൻറ്റ്സ് ചോദിക്കാം. പരമാവധി എല്ലാ കമൻറ്റ്സിനും റിപ്ലൈ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. വാട്സാപ്പ് സപ്പോർട്ട് പ്രോഗ്രാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കും വാട്സാപ്പ് ചാറ്റ് സപ്പോർട്ടിലൂടെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതാണ്. അതൊരു പെയ്ഡ് ഓപ്ഷനാണ്. അതുകൂടാതെ ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. 500 rupees സ്പോക്കൺ ഇംഗ്ലീഷ് ഡിജിറ്റൽ കോഴ്സ് അവൈലബിൾ ആണ്. അതൊരു സെൽഫ് സ്റ്റഡി പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് മലയാളത്തിൽ ആലോചിക്കുന്ന കാര്യങ്ങൾ ഗ്രാമർ മിസ്റ്റേക്സ് ഇല്ല ഇംഗ്ലീഷ് കിട്ടണമെങ്കിൽ ആ ഒരു ട്രെയിനിങ് സെഷൻസ് ആണ് കൊടുക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുന്ന ബേസിക് കോഴ്സ് ഇൻ ഇംഗ്ലീഷ് ലെവൽ 1ൻ്റെ 1 month കോഴ്സിൻ്റെ സെൽഫ് സ്റ്റഡി പ്രോഗ്രാം. റെക്കോർഡഡ് ഓഡിയോ ക്ലാസ്സസ് ആണ് അയച്ചു തരിക. സ്റ്റുഡിയോ റെക്കോർഡഡ് ഓഡിയോ ക്ലാസ്സസ് ആണ്. അതിലൂടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ബുക്ക് ഫ്രീ ആയിട്ടുണ്ടാവും. ഞാനാണ് അതിൻ്റെ ഓതർ. അതുകൂടാതെ നിങ്ങൾക്ക് ബുക്സ് മാത്രമായിട്ട് വാങ്ങണമെങ്കിൽ 200 തൊട്ട് ബുക്സ് അവൈലബിൾ ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫോളോ ചെയ്യുന്ന കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് വിത്ത് മലയാളം ട്രാൻസ്ലേഷനാണ്. താല്പര്യമുള്ളവർ ബുക്സോ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. So that's all for today. I'll be back with the next training session soon. Bye.